Hi children, welcome back to Social Studies class. Children, as you know, we are studying lesson 3, Geography, Motions of the Earth. And we already studied Earth is always moving. Bhumi eppozhum ingane karangikkondana irukkunnu. And it is moves in two ways. First of all, it is always moving around its axis. അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? അച്ചുതണ്ട് നമ്മൾ പറയും അല്ലേ? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി വൺ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് മൂവിങ് അറൗണ്ട് ഇറ്റ്സ് ആക്സിസ് ആൻഡ് ഇറ്റ് ടേക്സ് 24 hours or 1 earth day to complete one rotation. അതായത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 24 hours earth takes. അല്ലെങ്കിൽ ഭൂമി 24 മണിക്കൂർ കൊണ്ടാണ് ഒരു പ്രാവശ്യത്തെ ഭ്രമണം അഥവാ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? അത് നമ്മൾ 1 earth day, ആ 24 hours നമ്മൾ പറയും 1 earth day. That we have studied in the previous class. And see children, in the previous class we have studied about the second motion also, അല്ലെങ്കിൽ second movement. What is that? That is revolution. Can you say this spelling? R-E-V-O-L-U-T-I-O-N. Okay. R-E-V-O-L-U-T-I-O-N. Revolution. So today let us learn more about revolution. അപ്പോൾ നമുക്കിന്ന് revolution എന്താണെന്ന് നോക്കാം അല്ലേ? Children, you should take page number 19 in your textbook. Page number 19. കേട്ടോ? അപ്പോൾ we have studied Earth is always moving on its axis, and that movement is rotation. And the second movement, that is, it is always moving around the sun in a fixed path. അല്ലേ? ഒരു പ്രത്യേക പാതയിൽ സൂര്യനെ ചുറ്റും അല്ലേ? എല്ലാ ഗ്രഹങ്ങളും ഭൂമിയും അതുപോലെ തന്നെ. അപ്പോൾ the movement of the Earth around the sun in a fixed path or orbit, ആ ഫിക്സ്ഡ് പാത അതായത് ആ പ്രത്യേക പാത അല്ലേ? അതിനാണ് നമ്മൾ പറയുന്നത് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. അപ്പോൾ അങ്ങനെ ഓർബിറ്റ് അല്ലെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ മൂവ്മെൻ്റ് ആണ് റെവല്യൂഷൻ. What is revolution? The movement of the Earth around the sun in a fixed path or orbit, and that is revolution. And children, Earth takes 365 days, 365 and 1/4 or quarter. നമ്മൾ ആ 1/4 നമ്മൾ ക്വാർട്ടർ QUARTER ക്വാർട്ടർ എന്ന് പറയും. അപ്പം 365 ദിവസമാണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭൂമി എടുക്കുന്നത്. ഓക്കെ, സോ എർത്ത് ടേക്സ് 365 and quarter days to complete one revolution. അതായത് ഈ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 365 1/4 ഇത് നമ്മുടെ ക്വാർട്ടർ എന്ന് പറയും കേട്ടോ, കാൽ ദിവസം. ഇറ്റ് ടേക്സ് 365 and 1/4 or quarter days to complete one revolution. അപ്പോൾ ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുന്നതിന് ഭൂമി എടുക്കുന്ന എത്ര ദിവസങ്ങളാണ്? 365 and quarter days. And see children, and you know this 365 days means what is that? 1 year. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 365 ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത് അല്ലേ? And what happened to this 1/4 days? We consider a year as consisting of 365 days and ignore this 1/4 days എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 24 hours ആണ് ഒരു ദിവസം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 6 hours ആണ്. HOURS 6 hours നമ്മൾ ഒഴിവാക്കും. ഇഗ്നോർ the 6 hours for the sake of convenience എന്ന് പറഞ്ഞാൽ CONVENIENC നമ്മൾ ഒരു ദിവസം ഈ കാൽ ദിവസങ്ങൾ 365 ഒരു കറക്റ്റ് നമ്പറായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ we take 365 constitute or 365 consisting
365 ഡേയ്സ് 1 ഇയർ ആയിട്ട് നമ്മൾ കണക്കൂട്ടും. ആൻഡ് വി ഇഗ്നോർ ദിസ് 1/4 or 6 hours. ആൻഡ് ചിൽഡ്രൻ, ആഫ്റ്റർ 4 ഇയേഴ്സ്, അതായത് 4 വർഷം കൂടുമ്പോൾ ഈ 1/4 എന്നുള്ളത് 4 പ്രാവശ്യം, അതായത് 4 ഇയേഴ്സ് 1/4 plus 1/4 plus 1/4 plus 1/4, അല്ലെങ്കിൽ 4 into 6 how many you have studied, no? 4 വർഷം കൂടുമ്പോൾ 6 മണിക്കൂർ എന്നുള്ളത് it makes 24 hours. അപ്പോൾ 24 hours how many day? 1 day. അപ്പോൾ 4 years. അപ്പോൾ this every year or after 4 years, ഓരോ വർഷവും ഇങ്ങനെ പോകുമ്പോൾ 4 വർഷം ഇങ്ങനെ നമ്മൾ ഈ 1/4 എന്നുള്ളത് ഒഴിവാക്കി 4 വർഷം കൂടുമ്പോൾ ഒരു 24 hours എക്സ്ട്രാ വരും, അല്ലെങ്കിൽ ഒരു ദിവസം എക്സ്ട്രാ വരും. അപ്പോൾ ആ വർഷത്തെ ഫെബ്രുവരിയിലേക്ക് ആ ഒരു എക്സ്ട്രാ വരുന്ന ദിവസം നമ്മൾ ആഡ് ചെയ്യും. ആൻഡ് യു നോ, യൂഷ്വലി ഫെബ്രുവരി ഹാസ് 28 days. ഫെബ്രുവരി ഹാസ് 28 days. അപ്പോൾ ഈ 4 വർഷം കൂടുമ്പോൾ വരുന്ന ആ ദിവസം, അതായത് അധികം വരുന്ന ദിവസം നമ്മൾ ഫെബ്രുവരിയിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, FEBRUARI, ഫെബ്രുവരിക്ക് ആഡ് ചെയ്യും. അപ്പോൾ 4 ഇയേഴ്സ് കൂടുമ്പോൾ ഫെബ്രുവരി വിൽ ഗെറ്റ് 29 days വൺസ് ഇൻ എവറി 4 ഇയർ. അപ്പോൾ ഓരോ 4 വർഷം കൂടുമ്പോഴും ഫെബ്രുവരിയിലേക്ക് ഈ ഒരു അധികം വരുന്ന ദിവസം നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ആ വർഷത്തിൻ്റെ പ്രത്യേകത എന്താ? 366 days വരും. മനസ്സിലായോ? The earth takes 365 quarter days to complete one revolution. You know, 365 days makes 1 year. അതുകൊണ്ട് നമ്മൾ ഈ 1/4 ഒഴിവാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഒരു ദിവസത്തെ ഇപ്പോൾ 365 ആണ് ഒരു നമ്പർ കണക്കൂട്ടുന്നതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി, കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 365 days 1 year. ഇപ്പോൾ ബാലൻസ് വരുന്ന ഈ 1/4 എന്നുള്ളത് അത് 6 hours ആണ്. 4 ദിവസം എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. ആൻഡ് 4 വർഷം കൂടുമ്പോഴിങ്ങനെ 6 മണിക്കൂർ എന്നുള്ളത് 6 into 4 24 hours ആയി, അല്ലേ? 24 hours എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് ഈസ് 1 day. അപ്പോൾ 4 വർഷം കൂടുമ്പോൾ വരുന്ന ഈ അധിക ദിവസം we add this one more day to February, and every 4 years February will be have 29 days. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന 366 days വരുന്ന ആ വർഷങ്ങളെ നമ്മൾ വിളിക്കുന്നത് ലീപ് ഇയർ എന്നാണ് കേട്ടോ. അതിവർഷം എന്ന് മലയാളത്തിൽ പറയും, ലീപ് ഇയർ. അപ്പോൾ ലീപ് ഇയറിൽ ഫെബ്രുവരിയിൽ 29 days ഉണ്ടാവും. ഓക്കെ, സോ ഇൻ ലീപ് ഇയർ ഫെബ്രുവരി ഹാസ് 29 days. Do every year February has 29 days? No, you know, അല്ലേ? ഫെബ്രുവരിക്ക് 28 ആണുള്ളത്. ആൻഡ് 4 years കൂടുമ്പോൾ ലീപ് ഇയർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ 4 വർഷം കൂടുമ്പോൾ ഈ അധികം വരുന്ന ഒരു ദിവസം 366 days ആയിട്ട് മാറും. അങ്ങനെ വരുന്ന ആ വർഷത്തെ നമ്മൾ വിളിക്കും ലീപ് ഇയർ. സോ വാട്ട് ഈസ് ലീപ് ഇയർ? എ ഇയർ ഇൻ വിച്ച് there are 366 days. A year with 366 days. അപ്പോൾ ആ ഒരു ദിവസം എക്സ്ട്രാ എങ്ങനെ വന്നു ഇപ്പോൾ നിങ്ങൾ പഠിച്ചു. We have already studied. So in leap year February has how many days are there? In February in leap year 29 days. For last year, അതായത് 2020 this year 2020 was a leap year. നിങ്ങൾ കലണ്ടർ വീട്ടിൽ നോക്കിയാൽ മതി, അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത നെക്സ്റ്റ് എപ്പോഴായിരിക്കും? 2020 ആണ് കഴിഞ്ഞ ലീപ് ഇയർ, അല്ലേ? നെക്സ്റ്റ് ലീപ് ഇയർ when it will be? Can you count? 2024. പിന്നെയോ 2028, 2032 അങ്ങനെ പോകും. Do you understand? Okay. So what do we studied today? We were studying about revolution. What is revolution? Revolution is the movement of the earth around the sun in a fixed path or orbit. അപ്പോൾ ഭൂമി ഒരു പ്രത്യേക പാതയിലൂടെ സൂര്യനെ ചുറ്റുന്ന ചലനമാണ്, അല്ലെങ്കിൽ ആ മോഷൻ ആണ് revolution. And earth takes 365 days to complete one revolution. And you know 365 days makes 1 year.
and every year this, and we ignore this 1/4 days അല്ലേ, ഒരു 1/4 ദിവസം എന്നുള്ളത് നമ്മൾ ഇഗ്നോർ ചെയ്ത് അതിന് 6 hours, and every 4 year this 6 hours make 1 day, അതായത് 24 hours ആകുമ്പോൾ അത് ഒരു ദിവസമായിട്ട് മാറും. ആൻഡ് എവറി 4th year there will be a leap year. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസം എക്സ്ട്രാ വരും, 366 days വരും. സോ എ ഇയർ വിത്ത് 366 days ഈസ് ലീപ് ഇയർ. അപ്പോൾ എങ്ങനെയാണ് ലീപ് ഇയറിൽ വരുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. ആൻഡ് ഇൻ ലീപ് ഇയർ ഫെബ്രുവരി ഹാസ് 29 days. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ലീപ് ഇയർ വരുന്നത്. 365 ആണ് ഓൾറെഡി ടേക്സ്, 1 year ആണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ഈ 1/4 ദിവസം 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു 6 hours എന്നുള്ളത് 4 വർഷമാകുമ്പോൾ 24 hours ആകും, അതൊരു ദിവസമാണ്. അപ്പോൾ ഓരോ 4 വർഷവും അതിവർഷം വരുന്നുണ്ട് ലീപ് ഇയർ. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ദിവസം നമ്മൾ ആ വർഷത്തെ ഫെബ്രുവരിയിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി ഫെബ്രുവരി ഹാസ് 28 days, ആൻഡ് ഇൻ ലീപ് ഇയർ ഫെബ്രുവരി will be have 29 days. And last year, that is 2020, was a leap year. അപ്പോൾ നെക്സ്റ്റ് ലീപ് ഇയർ വരുന്നത് 2024. അപ്പോൾ അങ്ങനെ ഓരോ 4 yearsലും ഇങ്ങനെ ലീപ് ഇയർ വന്നു. ഓക്കെ, so that we have studied today. So children, do you understand about revolution and how many days Earth takes to complete one revolution? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഭൂമി എത്ര ദിവസങ്ങളാണ് എടുക്കുന്നത്? 1 year or 365 days. Okay, it is means 1 year. Okay, children, it is time to wind up. We can study or continue in the next class. Thank you.